നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. വിധി എഴുതി കേരളം. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് ഇന്ത്യ UAE. MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വിവാദങ്ങൾ കത്തിക്കയറിയ തെക്കൻ കേരളത്തിലും പ്രവചനങ്ങൾക്ക് പിടിതരാതെയാണ് വിധിയെഴുത്ത്. ശക്തമായ ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലും ദേശീയ ശ്രദ്ധയാകർഷിച്ച ആലപ്പുഴ മണ്ഡലത്തിലും പോളിംഗ് ശതമാനം കുറഞ്ഞു. വോട്ടിംഗ് മെഷീനിലെ തകരാറ് മൂലം വോട്ടെടുപ്പ് വൈകിയത് പലയിടത്തും നേരിയ സംഘർഷമുണ്ടാക്കിയെങ്കിലും പൊതുവെ സമാധാനപരമായിരുന്നു പോളിംഗ് ദിനം. സംസ്ഥാനത്തെ പൊതു പോളിംഗ് പാറ്റേൺ രീതി തന്നെയായിരുന്നു തെക്കൻ കേരളത്തിലും. രാവിലെ 7 മുതൽ 10 വരെ വോട്ടർമാർ കാര്യമായി പോളിംഗ് ബൂത്തിലേക്ക് എത്തി. എന്നാൽ കടുത്ത ചൂട് അനുഭവപ്പെട്ട ഉച്ചസമയത്ത് ആളുകളുടെ എണ്ണം കുറഞ്ഞു. വൈകുന്നേരത്തോടെ വീണ്ടും ആളുകൾ ക്യൂ നിന്ന് വോട്ട് രേഖപ്പെടുത്തി. തിരുവനന്തപുരത്ത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 73.06% പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ ഇക്കുറി 66.43 കുറഞ്ഞു. കോൺഗ്രസിന് മുൻതൂക്കമുള്ള കോവളത്തും കഴിഞ്ഞ തവണ BJPക്ക് വോട്ട് ഉയർത്തിയ നിയമസഭാ മണ്ഡലത്തിലും കാര്യമായ പോളിംഗ് ഉണ്ടായി. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും പോളിംഗ് കാര്യമായി കുറഞ്ഞു. എന്നാൽ UDFന് കാര്യമായ സ്വാധീനമുള്ള അരുവിക്കര, കാട്ടാക്കട മേഖലകളിൽ പോളിംഗ് വർദ്ധിച്ചു. 2019 80.25 പോളിംഗ് രേഖപ്പെടുത്തിയ ആലപ്പുഴ മണ്ഡലത്തിൽ ഇത്തവണ 76% കുറഞ്ഞു. ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിലാണ് ഉയർന്ന പോളിംഗ് നടന്നത്. പോളിംഗ് ശതമാനത്തിലെ മാറ്റം ശക്തമായ അടിയൊഴുക്കുകൾ ഉണ്ടാക്കിയെന്നും ജാതി സമവാക്യങ്ങൾക്ക് മാറ്റമുണ്ടാക്കിയെന്നുമാണ് വിലയിരുത്തൽ. പത്തനംതിട്ടയിൽ ഇത്തവണ പോളിംഗ് ശതമാനം 65 കടന്നില്ല. അടൂർ നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് ഭേദപ്പെട്ട പോളിംഗ് ഉണ്ടായത്. 8ഓളം കള്ളവോട്ട് പരാതികളും പത്തനംതിട്ടയിൽ ഉയർന്നു. കൊല്ലത്ത് മലയോര തീരദേശ മേഖലകളിൽ കനത്ത പോളിംഗ് ഉണ്ടായപ്പോൾ നഗരമേഖലയിൽ കുറവുണ്ടായി. സ്ത്രീ വോട്ടർമാരാണ് കൊല്ലത്ത് കൂടുതലും പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. അട്ടിമറികൾ പ്രതീക്ഷിച്ച മാവേലിക്കര മണ്ഡലത്തിലും പോളിംഗ് ശതമാനം കുത്തനെ കുറഞ്ഞു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 74% ഇത്തവണ അത് 65 ചുരുങ്ങി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. പോളിംഗ് പൂർത്തിയായപ്പോൾ മുന്നണികൾക്ക് പിടികൊടുക്കാതെ മധ്യകേരളം. പല മണ്ഡലങ്ങളിലും വോട്ടിംഗ് ശതമാനം കുത്തനെ കുറഞ്ഞു. പാലക്കാട് വോട്ട് ചെയ്യാനെത്തിയ 3 പേർ കുഴഞ്ഞു വീണ് മരിച്ചു. ചാലക്കുടിയിൽ 2020 CPIM പ്രവർത്തകർ ഏറ്റുമുട്ടി. പൊതുവെ തണുപ്പൻ മട്ടിലാണ് മധ്യകേരളം തെരഞ്ഞെടുപ്പിനോട് പ്രതികരിച്ചത്. കോട്ടയത്തെ പോളിംഗ് 2019 75% നിന്നും 65 കൂപ്പുകുത്തിയത് ഇതിനുദാഹരണം. ഗ്ലാമർ പോരാട്ടം നടന്ന തൃശൂരിൽ 74% ഇതുവരെ പുറത്തു വന്ന കണക്ക്. കള്ളവോട്ട് ആരോപണങ്ങളും ഉയർന്നു. പലയിടങ്ങളിലും വോട്ടിംഗ് മെഷീൻ തകരാറിലായതും കല്ലുകടിയായി. ആലത്തൂരിൽ 75% വോട്ട് രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷത്തേക്കാൾ 5% കുറവ്. പാലക്കാടും പോളിംഗിൽ ഗണ്യമായ കുറവ് അനുഭവപ്പെട്ടു. ജില്ലയിൽ വോട്ട് ചെയ്യാനെത്തിയ 3 പേർ കുഴഞ്ഞു വീണു മരിച്ചു. UDFന്റെ ഉരുക്കുകോട്ടയായ എറണാകുളത്ത് ഇതുവരെ 68% വോട്ട് രേഖപ്പെടുത്തി. സെലിബ്രിറ്റി മണ്ഡലമായ എറണാകുളത്ത് മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ വോട്ട് ചെയ്യാനെത്തി. ഇടുക്കിയിൽ ഇത്തവണ പോൾ ചെയ്ത് 70% വോട്ട് മാത്രം. ചാലക്കുടിയിലും പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായി. തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ CPIM 2020 പ്രവർത്തകർ തെരുവിൽ ഏറ്റുമുട്ടി. 24 കൊച്ചി. മേടച്ചൂടിനെ പ്രതിരോധിച്ച് മണിക്കൂറുകൾ കാത്തുനിന്നും മലബാറിൽ ജനം സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. പല ബൂത്തുകളിലും വോട്ടെടുപ്പ് തുടരുകയാണ്. വടകരയിൽ പോളിംഗ് ശതമാനം ഉയരുമ്പോൾ കണ്ണൂരിൽ കുറയാനാണ് സാധ്യത. ജനവിധി പ്രവചനങ്ങൾക്കപ്പുറമാകുന്ന സാഹചര്യമാണ് മലബാറിലെ പല മണ്ഡലങ്ങളിലും. കോൺഗ്രസ് സിറ്റിംഗ് സീറ്റായ കാസർഗോഡ് പോളിംഗ് ശതമാനം 78% വരെ പോകാനാണ് സാധ്യത. UDF കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞതായും സൂചനകളുണ്ട്. ഇത്തവണ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത് പയ്യന്നൂരിലാണ്, 78.5%. UDFനും BJPക്കും ശക്തിയുള്ള കാസർഗോഡാണ് കുറവ് പോളിംഗ് ശതമാനം, 69.05%. മണ്ഡലത്തിന്റെ സ്വഭാവം പരിഗണിക്കുമ്പോൾ പോളിംഗ് കുറഞ്ഞത് LDFന് അനുകൂലമാകുമെന്നാണ് വിലയിരുത്തലുകൾ. കണ്ണൂരിലെ ധർമ്മടം, മട്ടന്നൂർ, തളിപ്പറമ്പ് നിയോജകമണ്ഡലങ്ങളിലെ കനത്ത പോളിംഗ് LDFന് പ്രതീക്ഷ നൽകുന്നതാണ്. എന്നാൽ UDF വോട്ട് ചോർന്നിട്ടില്ലെന്നാണ് K. സുധാകരൻ ക്യാമ്പ് വിലയിരുത്തുന്നത്. കോഴിക്കോട് വോട്ടിംഗ് ശതമാനം ഉയരാൻ സാധ്യതയില്ല. ഒടുവിൽ ലഭ്യമായ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ പോളിംഗ് കുന്നമംഗലത്ത്
74.15%. ഏറ്റവും കുറവ് കോഴിക്കോട് നോർത്തിൽ 69.22%. തെരഞ്ഞെടുപ്പ് തുടക്കം മുതലേ അങ്കത്തട്ടായ വടകരയിൽ പോളിംഗ് ശതമാനം 80-ലേക്കെത്തി. രാത്രി വൈകിയുള്ള പോൾ കണക്ക് കൂടി വന്നാൽ കഴിഞ്ഞ വർഷത്തെ 82% പിന്നിടുമെന്നാണ് നിഗമനം. പ്രചാരണം അതിരുവിട്ട മണ്ഡലത്തിൽ സ്ത്രീകളും യുവാക്കളും കൂടുതലായി പോളിംഗ് ബൂത്തിലെത്തി. മുസ്ലിം വിഭാഗവും വോട്ടെടുപ്പിൽ സജീവമായി എന്ന വിലയിരുത്തലാണ് മുന്നണികൾ. വർഗീയ പ്രചാരണം വടകരയിൽ വിലപോകില്ലെന്ന് LDF സ്ഥാനാർത്ഥി KK ശൈലജ. ഇലക്ഷൻ പ്രവർത്തനത്തിലുടനീളം ജനങ്ങളെ കണ്ടിട്ടുള്ളവരാണല്ലോ നമ്മൾ. അതുകൊണ്ട് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തവണ LDF ജയിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കും മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീറിനും ഭീഷണിയില്ലെന്ന് ഉറപ്പിക്കുകയാണ് UDF ക്യാമ്പ്. എന്നാൽ പൊന്നാനിയിൽ അട്ടിമറി സാധ്യത തള്ളിക്കളയാനാകില്ല. വോട്ട് ശതമാനം കുറഞ്ഞത് ഇരുമുന്നണിയിലും ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. സംസ്ഥാന നിലപാട് ഇവിടെ എങ്ങനെ പ്രതിഫലിക്കുമെന്നതാണ് നിർണായകം. കാന്തപുരം വിഭാഗം പ്രാദേശിക തലത്തിൽ LDFന് പിന്തുണ നൽകിയെന്നാണ് സൂചന. ജനാധിപത്യത്തിന്റെ ഉത്സവത്തിന് മലബാറിൽ വലിയ ജനപങ്കാളിത്തമാണ് പൊതുവിൽ പ്രകടമായത്. ഇനി നേതാക്കൾക്ക് കാത്തിരിപ്പിൻ്റെതാണ്, ഒപ്പം ബൂത്ത് തിരിച്ചുള്ള കണക്കെടുപ്പിൻ്റെയും. ഏതായാലും ഒരു കാര്യം വ്യക്തം, മലബാറിൽ പല മണ്ഡലങ്ങളിലും വിധി പ്രവചനാതീതം തന്നെയാണ്. ക്യാമറാമാൻ രാജേഷ് വള്ളിരിക്കുണ്ടിനൊപ്പം ദീപക് ധർമ്മടം, 24. വടകരയിലും കോഴിക്കോടും വിവിധയിടങ്ങളിൽ ഇപ്പോഴും വോട്ടർമാരുടെ നീണ്ട നിരയാണ്. പോളിംഗ് അർദ്ധരാത്രി വരെ നീളാനും സാധ്യതയുണ്ട്. 10:30 വരെയുള്ള കണക്കുകൾ പ്രകാരം വടകരയിൽ 128 ബൂത്തുകളിലും കോഴിക്കോട് 15 ബൂത്തുകളിലും പോളിംഗ് പുരോഗമിക്കുകയാണ്. അതെ 3 മണി മുതൽ ടോക്കൺ തന്നാണോ? പിന്നെ ടോക്കൺ തന്നാ. വന്ന സമയത്തൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ? തിരക്കുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴല്ലേ കുറച്ച് നീങ്ങി തുടങ്ങിയത് തന്നെ. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വടകരയിൽ നിന്ന് വിശദാംശങ്ങളുമായി. രാഹുൽ, നിശ്ചയിച്ചിരുന്ന സമയം കഴിഞ്ഞ് ഏതാണ്ട് 5.5 മണിക്കൂറിലേക്ക് എത്തുകയാണ്. ഇപ്പോഴും നീണ്ട നിര, പലരും അതിലൊക്കെ അപ്പുറത്ത് കൂടുതൽ സമയം മുന്നേ ഉച്ചയ്ക്കൊക്കെ എത്തിയവരുമാണ്. ആളുകൾ മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം, അത് ഈ ജനാധിപത്യ സംവിധാനത്തിന് ഇത്രയും വലിയൊരു തയ്യാറെടുപ്പോട് നടത്തിയ തെരഞ്ഞെടുപ്പിൽ അതൊരു മോശം പ്രവണത കൂടിയായി പോകില്ലേ? സംവിധാനങ്ങളുടെ പരാജയം കൂടിയല്ലേ? ഗൂഗിൾ വോട്ട് രേഖപ്പെടുത്താനുള്ള ഔദ്യോഗിക സമയം 6 മണിക്ക് കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞിപ്പോൾ 5 മണിക്കൂർ പിന്നിടുമ്പോഴും വടകര മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ പോളിംഗ് തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1201 ബൂത്തുകളാണ് വടകര മണ്ഡലത്തിൽ ആകെയുള്ളത്. അതിൽ 1073 ബൂത്തുകളിൽ പോളിംഗ് പൂർത്തിയായിട്ടുണ്ട്. 128 മണ്ഡലങ്ങളിലാണ് ഇപ്പോഴും പോളിംഗ് തുടരുന്നതായി ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. കോഴിക്കോട് മണ്ഡലത്തിൽ 15 മണ്ഡലങ്ങളിലും ഇപ്പോൾ പോളിംഗ് തുടരുന്നതായി ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നു. അതോടൊപ്പം വടകര മണ്ഡലത്തിൽ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന കണക്ക് പ്രകാരം 74.90% വോട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും ഒടുവിലെ കണക്ക് പുറത്തു വരുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം മറികടക്കുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ലോക്സഭാ മണ്ഡല തെരഞ്ഞെടുപ്പിൽ 82%-ലധികമായിരുന്നു പോളിംഗ് ശതമാനം. അത് മറികടക്കുമെന്ന പ്രതീക്ഷയാണുള്ളത്. അതിൽ യുവാക്കളുടെ വോട്ടും സ്ത്രീകളുടെ വോട്ടും കൂടുതലായി വന്നിട്ടുണ്ട്. അത് അനുകൂലമാകുമെന്ന പ്രതീക്ഷയാണ് LDFും UDFും ഒരുപോലെ പറയുന്നത്. എന്താണെങ്കിലും വൈകിയ വേളയിലും ഇപ്പോഴും പോളിംഗ് പുരോഗമിക്കുന്നു. പക്ഷേ സമാധാനപരമായാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. ശരി രാഹുൽ, ഏതായാലും പതിവില്ലാത്ത കാഴ്ചകളാണ് വടകരയിലേത്. വൈകിയ മണിക്കൂറുകളിൽ ഇപ്പോഴും മണിക്കൂറുകളായി കാത്തുനിന്ന് വോട്ട് ചെയ്യാൻ അവിടെ കാത്തിരിക്കുന്ന ആളുകളുടെ നീണ്ട നിര ബൂത്തുകൾക്ക് മുന്നിൽ ഇപ്പോഴും ദൃശ്യമാണ്. വടകരയിലാണ് ഇത്തരത്തിലൊരു സാഹചര്യം. തിരികെ 24 റൗണ്ടപ്പിലേക്ക്. സംസ്ഥാനത്ത് വോട്ടെടുപ്പ് വൈകിയതിനെതിരെ കോൺഗ്രസ്. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ഉദ്യോഗസ്ഥ തലത്തിൽ ഗുരുതരമായ അനാസ്ഥയുണ്ടായെന്നാണ് വിമർശനം. അന്വേഷണം ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയെന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷനെ കൃത്യം പരാതികൾ അവർക്ക് ബോധ്യമുണ്ടല്ലോ. ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കാനല്ലാതെ പത്രക്കാരോട് മാത്രം പറഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാവും. ഇലക്ഷൻ കമ്മീഷന് പരാതി വരുന്നത് എവിടെ നിന്നാണ്? ഈ ഇലക്ഷൻ കൈകാര്യം ചെയ്യുന്ന കമ്മീഷനിലുണ്ടാകുന്ന അവരുടെ വീഴ്ച ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത്, അത് എല്ലാ കാലത്തും ഉള്ളതാണ്. ആര് ഭരിച്ചാലും ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കാതിരിക്കാൻ പറ്റുമോ? വോട്ടിംഗ് വൈകിയതിൽ അസ്വാഭാവികതയുണ്ടെന്ന് ഡോക്ടർ ശശി തരൂരും ആരോപിച്ചു. എന്തുകൊണ്ടാണ് ഈ വീഴ്ച ഉണ്ടാകുന്നത് ഞാൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ വിളിച്ച് ചോദിച്ചു. ചില വോട്ടർമാരെ ഇന്ന് വഴിയിൽ കാണുമ്പോൾ 3-4 മണിക്കൂർ നിൽക്കേണ്ടി വന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില ഭാഗത്ത്. അത് ശരിക്ക് നടക്കരുത്. അത് എന്താ സംഭവം, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് അന്വേഷിക്കണം. നല്ല എണ്ണം
ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട്. അവർ ഭൂരിപക്ഷം നമ്മൾക്കാണ് വോട്ട് ചെയ്തിരിക്കണം ഒരു സംശയവുമില്ല. ഞങ്ങളെല്ലാവരും ഇന്നൊരു ചർച്ച ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും കിട്ടുന്ന റിപ്പോർട്ട് കാണുമ്പോൾ ഒരു വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയം വരും ഈ തവണയും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പോളിംഗ് ദിനത്തിലും കേരള രാഷ്ട്രീയത്തിൽ കത്തിപ്പടർന്ന ഇ പി ജയരാജന്റെ BJP പ്രവേശന വിവാദം. പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച നടത്തിയെന്നും രാഷ്ട്രീയം പറഞ്ഞില്ലെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. ദല്ലാൾ എന്ന TG നന്ദകുമാറുമായുള്ള സൗഹൃദത്തിൽ ഇ പി ജയരാജനെ പരസ്യമായി താക്കീത് ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രി നൽകിയത് മുന്നറിയിപ്പെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇ പി ജയരാജനെ BJPയിലെത്തിക്കാനുള്ള ശ്രമം 90% വിജയിച്ചിരുന്നുവെന്നും ഇനി ഇക്കാര്യത്തിൽ കൂടുതൽ പറയുന്നില്ലെന്നും ശോഭാ സുരേന്ദ്രൻ. ഇ പി ജയരാജൻ BJPയിൽ പോകാൻ ചർച്ച നടത്തിയെന്ന് ശോഭാ സുരേന്ദ്രനും പിന്നാലെ കെ സുധാകരനും ആരോപിച്ചതോടെയാണ് വിവാദം ചൂടുപിടിച്ചത്. ദല്ലാൾ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ ജാവദേക്കറെ കണ്ടെന്ന് ഇ പിയുടെ തുറന്നുപറച്ചിൽ. നന്ദകുമാറിനൊപ്പം തിരുവനന്തപുരത്ത് മകന്റെ വീട്ടിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. അപ്രതീക്ഷിത കൂടിക്കാഴ്ചയെന്നും രാഷ്ട്രീയം ചർച്ചയായില്ലെന്നും ന്യായീകരിച്ച് ഇ പി. ഞാൻ യഥാർത്ഥത്തിൽ ജാവേദ്കർ കണ്ടിട്ട് എത്ര മാസമായി, എന്നെ കാണാൻ വന്നതാണ്. അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായി. അപ്പോൾ ഒരു വീട്ടിൽ ഒരാൾ വന്നപ്പോൾ ഇറങ്ങിപ്പോകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ വളരെ സന്തോഷപൂർവ്വം നമസ്കാരം പറഞ്ഞു. എന്താ വന്നു വെച്ചാൽ ഞങ്ങൾ ഇതിലേ കൂടി പോകുമായിരുന്നു, അപ്പോൾ നിങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞു, ഒന്ന് കാണാം. ഇതാണ് ഞാനുമായി അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ള കാര്യം. പിന്നാലെ ഇ പി ജയരാജനെതിരെ കടുത്ത ഭാഷയിൽ പരസ്യ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കളങ്കിതരുമായുള്ള സൗഹൃദത്തിൽ ജയരാജന് ജാഗ്രതക്കുറവ്. പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയാകുമെന്നും ദല്ലാൾ നന്ദകുമാറിനെ പരാമർശിച്ച് മുഖ്യമന്ത്രിയുടെ താക്കീത്. സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയായിടുന്നു. ഈ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ ഉറക്കപ്പായെന്ന് എഴുന്നേൽക്കുമ്പം തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഉറക്കു തെളിയുന്ന ആളുകളുണ്ട്. ദല്ലാൾ നന്ദകുമാർ ഫ്രോഡെന്ന് MV ഗോവിന്ദൻ. നിരന്തരമായിട്ട് കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ, വാർത്താ ശൃംഖലകൾ, അതിൽ പറ്റുന്ന ഒരു നിരവധിയായ ഈ ഫ്രോഡായിട്ട് നടക്കുന്ന ആളുകൾ. ഇവരുടെ എല്ലാം തന്നെ വാചകങ്ങളും വാക്കുകളെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ് എന്ന് പൊതുവായ തത്വത്തിൻ്റെ ഭാഗമായിട്ട് കണ്ട് തള്ളിക്കളയണം. തിരഞ്ഞെടുപ്പ് ദിനത്തിലെ ഇ പി ജയരാജന്റെ തുറന്നുപറച്ചിലിൽ പാർട്ടി നേതൃത്വം കടുത്ത അതൃപ്തിയിലാണ്. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ദല്ലാൾ നന്ദകുമാറിനെ കളങ്കിതനെന്ന് വിശേഷിപ്പിക്കുമ്പോഴും തള്ളാൻ ഇ പി ജയരാജൻ തയ്യാറാകുന്നില്ലെന്നതും ശ്രദ്ധേയം. 24 കണ്ണൂർ. തിരികെ വാർത്തകളിലേക്ക്. BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തന്റെ പേര് അനാവശ്യമായി വലിച്ചിഴച്ചതിനെതിരെ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ. CMR ഉടമ ശശിധരൻ കർത്തയെ തനിക്ക് പരിചയമില്ല, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച ശോഭാ സുരേന്ദ്രനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞു. ശോഭാ സുരേന്ദ്രനോട് പ്രതികരിക്കേണ്ട സംസ്കാരം അല്ല എൻ്റെത്. ഇവർക്ക് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. കരിമണൽ കർത്ത എന്ന ആളെ എനിക്ക് അറിയില്ല, പേരെ അറിയില്ല. അത് എന്താണ് ആൾ ദൂരത്ത് ഞാൻ കണ്ടിട്ട് കൂടിയില്ല. അപ്പം അങ്ങനെ ഒരാളായിട്ട് ഞാൻ ബന്ധപ്പെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞപ്പോൾ ഞാനത് വേണ്ട, അതെന്തെങ്കിലും പേര് മെൻഷൻ ചെയ്തു. ഇപ്പം ഇന്നലത്തെ കാര്യത്തിൽ പേര് മെൻഷൻ ചെയ്തു. അത് ഏറ്റവും നമുക്ക് ഹാനികരമായ, പ്രത്യേകിച്ചും ലക്ഷക്കണക്കിന് ആളുകൾ എൻ്റെ കസ്റ്റമർ, എൻ്റെ എന്നെയായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരാണ്. അത് ഒരു കോൺഫിഡൻസിൻ്റെ പേരിൽ നടന്ന ഒരു ബിസിനസ്. അതിനെ ബാധിക്കുന്ന രീതിയിൽ അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിയമ നടപടികൾ തന്നെ ഞാൻ പോകും. വോട്ടിംഗ് ദിനത്തിൽ മലപ്പുറത്ത് നിന്നുള്ള ഒരു കാഴ്ചയിലേക്കാണ്. കാൽ കൊണ്ട് വോട്ട് ചെയ്ത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി അബ്ദുൾ സമദ് കോട്ടപ്പുറം. മലപ്പുറം കൊണ്ടോട്ടി GMLP സ്കൂളിലെ 86 നമ്പർ ബൂത്തിലാണ് അബ്ദുൾ സമദ് കാലുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തിയത്. ജനാധിപത്യ ഉത്സവത്തിൽ തന്റെ അവകാശം രേഖപ്പെടുത്താൻ പരിമിതികളെ മറികടന്നെത്തിയതാണ് സമദ്. കഴിഞ്ഞ 15 വർഷമായി ഇത് മുടക്കാറില്ല. 2003 വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റാണ് സമദിന്റെ കൈകൾ നഷ്ടമായത്. മുസ്ലിം ലീഗുകാരനായ സമദ് കാൽവിരലിൽ വോട്ട് രേഖപ്പെടുത്തി മടങ്ങി. വോട്ട് 18 വയസ്സായി കഴിഞ്ഞതിന് ശേഷം വോട്ട് ചെയ്യാനുള്ള അവകാശം കിട്ടി. കാലുകൊണ്ട് ചെയ്യാൻ എല്ലാവരും കൈകൊണ്ട് ചെയ്യുന്ന ടൈമിൽ എനിക്ക് കാലുകൊണ്ടാണ് അതിനവസരം കിട്ടുക. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഫ്ലവേഴ്സ് കോമഡി ഉത്സവം കലാകാരനായ സമദ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. കിഴിശ്ശേരി അൽ-അബീർ ഹോസ്പിറ്റലിലെ അസിസ്റ്റന്റ് PRO ആണ് സമദ് കോട്ടപ്പുറം. 24 മലപ്പുറം. സംസ്ഥാനത്ത് ആദ്യമായി ഉഷ്ണതരംഗം സ്ഥിരീകരിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട് ജില്ലയാണ് ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചത്. ഇന്ന് ജില്ലയിൽ 41.4 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. സാധാരണയേക്കാൾ 5.1 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണിത്.
ഇന്നലെ 41.2 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ചൂട്. പാലക്കാടിന് പുറമെ കൊല്ലം, തൃശൂർ ജില്ലകളിൽ കൂടി ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പുണ്ട്. പാലക്കാട്, തൃശൂർ, കൊല്ലം ഉൾപ്പെടെ 12 ജില്ലകളിലും അടുത്ത ദിവസങ്ങളിൽ ചൂട് കൂടിയേക്കും. ഉഷ്ണതരംഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സൂര്യാഘാതം, സൂര്യാതപം സാധ്യത ഉള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.